സഖാക്കളെ, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഗംഭീര ചർച്ച നടക്കുകയുണ്ടായി. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണ്. ചർച്ച ലീഡ് ചെയ്തത് നമ്മുടെ വിനുവാണ്. അതിൽ ഇവരെ സ്ഥിരം ചർച്ചാ സാന്നിധ്യമായ ശ്രീജിത്ത് പണിക്കരും ഉണ്ടായിരുന്നു. ഒരു ഭയങ്കരമായ വിശകലനമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ചർച്ച നമ്മുടെ കുംഭമേള താരം മൊണാലിസയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചർച്ചയിൽ നമ്മുടെ വാന നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കര് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മുടെ ഗോവിന്ദ മാഷേയും ശിവൻകുട്ടി സഖാവിനെയും റഹീം സഖാവിനെയും എല്ലാവരെയും മധ്യപ്രദേശ് പോലീസ് വന്ന് പൊക്കിക്കൊണ്ട് പോകുമെന്നാണ് ആശ പറഞ്ഞു വെച്ചത്. ഭയങ്കര ഉത്സാഹമായിരുന്നു ഇത് പറയാൻ വേണ്ടിയിട്ട്. ഇവരെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ആ ചർച്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തുടർന്ന് പോലീസിന്റെ ഇടപെടലോടെ പൂവാറിന്റെ സമീപത്തെ ശ്രീനാരായണ ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം നവീകരിച്ച അരുമാനൂർ നായനാർ ക്ഷേത്രത്തിൽ CPIM സഖാക്കളുടെ നേതൃത്വത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ സാക്ഷ്യം വഹിച്ച് സന്തോഷകരമായ വിവാഹം നടത്തിക്കൊടുത്തു എന്നാണ്. അപ്പൊ അതിന്റെ നേതൃത്വം CPIMന്റെ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും FIR ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് ദേശാഭിമാനി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, അഡ്വക്കേറ്റ് A റഹീം MP. അല്ല, നിങ്ങൾ എന്താണ് കരുതുന്നത്? നമ്മുടെ ഇവിടെ കേരളത്തിലെ സഖാക്കള് നോർത്തിലെ സംഘികളെ പോലെ കേരളത്തിലെ സംഘികളെ പോലെ മണ്ടന്മാരാണെന്നാണ്. ഒരു കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ പരിശോധിച്ചിട്ടോ കാര്യങ്ങളൊക്കെ നടത്താറുള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സായെന്നും പ്രായപൂർത്തിയായെന്നും വോട്ടവകാശമുണ്ടെന്നും ആധാർ കാർഡിലെ ജനന തീയതിയും ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് കല്യാണം നടത്തിക്കൊടുത്തത്. ഇനി ഈ കല്യാണം നടത്തിക്കൊടുത്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അരുൺകുമാർ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. മോഹൻ, നമുക്ക് സംശയമൊന്നുമില്ല, കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പ്രായം 18 തിരിഞ്ഞിരുന്നു. പല തെളിവുകളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചു. 2015 തന്നെ ഇഷ്യൂ ചെയ്ത ആധാർ കാർഡ് ഉണ്ട്. ആ ആധാർ കാർഡിലും പ്രായം ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ 18 വയസ്സ് കഴിയും. 2024 ആധാർ കാർഡ് ഉണ്ട്, അതിലും പ്രായം 18 ആണെന്ന് തെളിയാൻ കഴിയും. ഈ ആധാർ കാർഡുകളൊന്നും വ്യാജമല്ല. കുട്ടി പാൻ കാർഡ് എടുത്തിട്ടുണ്ട്, 18 തികയാതെ പാൻ കിട്ടൂല. കുട്ടി തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, 18 തികയാതെ വോട്ടർ പട്ടികയിൽ പേര് വരില്ല. അപ്പോ നമ്മൾ പോലീസ് പരിശോധിച്ച എല്ലാ രേഖകളും ഒറിജിനൽ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു കുരുട്ട് ബുദ്ധി ഇതിന് പിന്നിൽ എവിടെയോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണോ പോലീസ്? അങ്ങനെയാണെങ്കിൽ ഇത് റിയൽ കേരള സ്റ്റോറിയെ മറികടക്കാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പണ്ടേ നമ്മുടെ സംഘികൾ മിടുക്കരാണ്. നമ്മുടെ ഒരാളുണ്ടല്ലോ, അദ്ദേഹമാണല്ലോ ഇതിന്റെയൊക്കെ നേതാവ്. വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഇല്ലാത്ത ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അവരെ പോലെയാണ് ഇവര്. നമ്മുടെ ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണം ഈ കേസിൽ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. എന്നിട്ടും ഇവര് നമ്മുടെ സഖാക്കളെ ആക്രമിക്കുവാനും അവരെ അപമാനിക്കുവാനും അവരങ്ങ് ജയിലിൽ പോയിട്ട് കിടന്നോട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ സംസാരം. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയെന്ന് ഓർക്കുമ്പോ എന്റെ ശ്രീജിത്ത് പണിക്കരേട്ടാ.